അളിയ എന്ത് പറ്റിയടാ? എൻ്റെ അളിയ നിനക്കറിയാലോ 18 ലക്ഷം രൂപ ലോൺ കൊടുത്ത് ഞാൻ നെക്സോണീവ് എടുക്കാൻ പോണ കാര്യം. എനിക്കാണെങ്കിൽ ആ വണ്ടി മതി. ഇത് ഇപ്പോൾ ലോണും അപ്രൂവലായിട്ട് ഞാൻ അവളെ വിളിച്ച് കഴിയുമ്പോഴത്തേക്ക് 2 ദിവസം കഴിയുമ്പോൾ അവളുടെ ബർത്ത്ഡേ ആണ്. അവൾക്ക് എന്ത് ഗിഫ്റ്റ് വേണമെന്ന് വെച്ചപ്പോൾ അവൾ പറഞ്ഞ് അവൾക്ക് ഇലക്ട്രിക് സ്കൂട്ടർ വേണമെന്ന്. ഇതൊക്കെ കൂടി എവിടെ നിന്ന് പൈസ ഉണ്ടാക്കി മേടിക്കുമെന്ന് എനിക്കൊരു പിടിയുമില്ല. അയ്യേ, അത്രയുള്ള കാര്യം വഴിയുണ്ടോ? ഇതാണ് നിനക്ക് പറ്റിയ സാർ. ആക്ച്വലി സാറിന് പ്രശ്നം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. സാറിന് ഇപ്പോൾ 18 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഒരു നെക്സോണും വേണം, അതുപോലെ തന്നെ ഒരു സ്കൂട്ടറും വേണം, ഇലക്ട്രിക് സ്കൂട്ടറും വേണം. അതിനുള്ള സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ട്. സാറിന് ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ടുള്ള വേരിയന്റ് നെക്സോണിന്റെ MR വേരിയന്റ് ആണ്. MR ഞാൻ ലോങ് റേഞ്ച് ആണ് ഉദ്ദേശിച്ചത്. സാർ അതോർത്ത് പേടിക്കണ്ട, അതിനുള്ള വഴിയുണ്ട്. ഇതാണ് നമ്മുടെ ട്രിപ്പ് പ്ലാനർ. സാറിനിപ്പോൾ MR എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻലി ആങ്സൈറ്റി വരുന്നത് റേഞ്ചിന്റെ കാര്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ ചാർജിങ് സ്റ്റേഷൻസിന്റെ കാര്യത്തിലായിരിക്കാം. നമുക്കിപ്പോൾ ഒരു ലോങ് ഡ്രൈവ് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എടപ്പള്ളി ടു തിരുവനന്തപുരം പോയാൽ പോലും നമുക്ക് 215 കിലോമീറ്റർ ഡ്രൈവ് അല്ലെങ്കിൽ 215 കിലോമീറ്റർ ലോങ് വരുന്ന ഡിസ്റ്റൻസിൽ നമുക്ക് 61ഓളം സ്റ്റേഷൻസ് വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാനോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനോ ഇരിക്കുന്ന ടൈമിൽ നമ്മൾ ആ ഒരു വാല്യുബിൾ ടൈം ചാർജിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ആൻസൈറ്റി നമുക്ക് ഇല്ലാതാക്കിയെടുക്കാം. അതുകൊണ്ട് സാറിന് ഞാൻ പ്രിഫർ ചെയ്യുന്ന മോഡൽ നെക്സോൺ.ടിവിയുടെ ക്രിയേറ്റീവ് പ്ലസ് MR എന്ന് പറഞ്ഞ മോഡലാണ്. അതാകുമ്പോൾ ഓൺ റോഡ് പ്രൈസ് 14.67 വരുന്നുള്ളൂ. സാറിന് കൂടാതെ 2 ഇലക്ട്രിക് സ്കൂട്ടർ കൂടി എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ സാർ ഇങ്ങനെ ബുക്ക് ചെയ്യണല്ലേ? എന്നാലും നിനക്ക് എവിടെ നിന്നാണ് ഞാൻ അറിയാത്തൊരു കാമുകി? അത് പിന്നെ അളിയനെ ഞാൻ അളിയാന്ന് വിളിക്കുന്നത് വെറുതെ അല്ലല്ലോ അളിയ. അത് അളിയന്റെ പെങ്ങളാണ് അളിയ.